Hi friends, today I am going to discuss about the topic misconceptions about productivity. Everyone tries to be more productive. However, to become more productive, we often make mistakes. Some of the mistakes we make are because of common misconceptions associated with improving productivity. എല്ലാവരും പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യിക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട്. അതായത് പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ടിവിറ്റീനെ നെഗറ്റീവായി ബാധിക്കുന്ന കുറേ കാര്യങ്ങൾ അസ്യൂം ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം മിസ്കൺസെപ്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് മിസ്കൺസെപ്ഷൻ ഈസ് ടേക്കിംഗ് ബ്രേക്ക് ഈസ് ബാഡ്. അതായത് നമ്മൾ വിചാരിക്കും ഈ ബ്രേക്കുകൾ എടുത്തിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ കുറയ്ക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കാം. ഈ ബ്രേക്കുകൾ എടുത്തിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ ശരിക്കും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യിക്കുന്നത്. ഒരുപാട് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സ്ട്രെസ്ഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കുറയും. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിക്കുന്ന സമയത്ത് ബ്രേക്കുകൾ എടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ അത് കൂടുതൽ എഫക്റ്റീവ് ആവുമെന്ന്. അതുപോലെ തന്നെയാണ് വർക്കിൻ്റെ കേസിലും. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, അതായത് ലോങ് ഹവേഴ്സ് ഒരുമിച്ച് ഇരുന്ന് വർക്ക് ചെയ്യാതെ ഇടയിൽ ബ്രേക്ക് എടുത്തിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടേക്കിംഗ് ബ്രേക്ക് ഈസ് ബാഡ് എന്നത് ഒരു മിസ്കൺസെപ്ഷൻ ആണ്. നെക്സ്റ്റ്, സ്ലീപ്പ്ലെസ്. അടുത്തൊരു മിസ്കൺസെപ്ഷൻ പറയുന്നത് സ്ലീപ്പ്ലെസ് ആണ്. ചിലർ ബിലീവ് ചെയ്യുന്നത് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാത്രം ഉറങ്ങണം എന്നാണ്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് 2 മുതൽ 4 മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയം വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെന്ന്. ഇതെന്താണ്? ഒരു തെറ്റായ കാര്യമാണ്. നമ്മൾ ഹെൽത്തി ആയിട്ട് റിഫ്രഷ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നന്നായിട്ട് ഉറങ്ങുന്നേ വേണം. കൃത്യമായിട്ടുള്ള ഉറക്കം ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുള്ളൂ. സോ സ്ലീപ്പ്ലെസ് എന്നതൊരു മിസ്കൺസെപ്ഷൻ ആണ്. നെക്സ്റ്റ്, മോസ്റ്റ് വർക്ക് ഗെറ്റ്സ് ഡൺ അണ്ടർ പ്രഷർ. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളിപ്പോൾ മറ്റന്നാൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു വർക്കാണ്, അത് ഇന്നും നാളെയൊക്കെ വെറുതെ ഇരിക്കാം, എന്നിട്ട് മറ്റന്നാൾ രാവിലെ വർക്ക് ചെയ്യാം. അതായത് ആ പ്രഷറിൽ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് കംപ്ലീറ്റ് ആവും എന്ന വിചാരത്തിനെയാണ് മോസ്റ്റ് വർക്ക് ഗെറ്റ്സ് ഡൺ അണ്ടർ പ്രഷർ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. റിലാക്സ് ചെയ്തിട്ട് സാവധാനം ക്വാളിറ്റിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സമയം എടുത്ത് തന്നെ ചെയ്യണം. അല്ലാതെ ആ പ്രഷറിൽ വർക്ക് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ മോസ്റ്റ് വർക്ക് ഗെറ്റ്സ് ഡൺ അണ്ടർ പ്രഷർ എന്നത് ഒരു മിസ്കൺസെപ്ഷൻ ആണ്. നെക്സ്റ്റ് മിസ്കൺസെപ്ഷൻ ഈസ് മൾട്ടി ടാസ്കിംഗ് വിൽ സേവ് ടൈം ആൻഡ് വിൽ ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി. മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈമിൽ 2ൽ കൂടുതൽ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിനെയാണ് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഒരു ടാസ്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് അത്തരം പ്രോഡക്റ്റിന് ക്വാളിറ്റി കൂടുതലായിരിക്കും. പക്ഷേ ഒരേ സമയം 2ൽ കൂടുതൽ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെയുള്ള ക്വാളിറ്റിയും പ്രൊഡക്ടിവിറ്റിയും കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൾട്ടി ടാസ്കിംഗ് വിൽ സേവ് ടൈം ആൻഡ് വിൽ ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു മിസ്കൺസെപ്ഷൻ ആണ്. നെക്സ്റ്റ്, വർക്ക് ഷുഡ് ബി ക്വൈറ്റ്. ഇതിൽ പറയുന്നത് ചിലർ ബിലീവ് ചെയ്യുന്നത് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ വർക്കിംഗ് സൈലൻസ് ആയിരിക്കണമെന്ന്. പക്ഷേ ഇതൊരു റോങ് ബിലീഫാണ്. ഇപ്പോൾ ഒരാൾ അയാളുടെ ഫേവറേറ്റ് മ്യൂസിക് കേട്ടുകൊണ്ടാണ് വർക്ക് ചെയ്യണതെങ്കിൽ അത് ആ വർക്കിനെ പോസിറ്റീവായിട്ടാണ് എഫക്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ മ്യൂസിക് എന്ന് പറയുന്നത് അയാളിൽ കൂടുതൽ എനർജറ്റിക് ആവാനും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ആവുകയും ചെയ്യും. അപ്പോൾ വർക്ക് ഷുഡ് ബി ക്വൈറ്റ്, അതായത് വർക്ക് ചെയ്യേണ്ടത് സൈലൻസ് ആയിരിക്കണമെന്ന് ഇല്ല. അപ്പോൾ ഇതൊരു മിസ്കൺസെപ്ഷൻ ആണ്. നെക്സ്റ്റ്, മോസ്റ്റ് പ്രൊഡക്റ്റീവ് അറ്റ് ദി ഓഫീസ്. പ്രൊഡക്ടിവിറ്റി എപ്പോഴും ഓഫീസിലാണ് കൂടുതൽ എന്നാണ് മറ്റൊരു ധാരണ വരുന്നത്. പക്ഷേ
വർക്കിംഗ് ഫ്രം ഹോം ആണ് പെർഫോമൻസും പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് റിസർച്ചുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ഓഫീസിലാണെന്ന് ഉള്ളതൊരു തെറ്റായ ധാരണയാണ്. കാരണം വർക്കിംഗ് ഫ്രം ഹോമും പെർഫോമൻസും പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യിക്കുന്നുണ്ട്. ഇത്രയാണ് പ്രൊഡക്ടിവിറ്റീനെ കുറിച്ചിട്ടുള്ള റോങ് ആയിട്ടുള്ള ബിലീഫുകൾ, അതായത് മിസ്കൺസെപ്ഷൻസ് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞു ടേക്കിംഗ് ബ്രേക്ക് ഈസ് ബാഡ്, നെക്സ്റ്റ് സ്ലീപ്ലെസ്, തേർഡ് മോസ്റ്റ് വർക്ക് ഗെറ്റ്സ് ഡൺ അണ്ടർ പ്രഷർ, ഫോർത്ത് മൾട്ടി ടാസ്കിംഗ് വിൽ സേവ് ടൈം ആൻഡ് വിൽ ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, ഫിഫ്ത്ത് വർക്ക് ഷുഡ് ബി ക്വൈറ്റ്, സിക്സ്ത്ത് മോസ്റ്റ് പ്രൊഡക്റ്റീവ് അറ്റ് ദി ഓഫീസ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് പ്രൊവിഷൻ ഓഫ് ഇൻസെൻറ്റീവ്സ് ടു വർക്കേഴ്സ്. പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് വർക്കേഴ്സിന് കൂടുതൽ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുക. അത് വേജ് ഇൻസെൻറ്റീവ്സ് ആയിട്ടും നോൺ വേജ് ഇൻസെൻറ്റീവ്സ് ആയിട്ടൊക്കെ കൊടുക്കാം. വേജ് ഇൻസെൻറ്റീവ്സിൽ വരുന്നത് വേജ് ഇൻസെൻറ്റീവ്സ് കംപ്രൈസ് increased wage rates, bonus, allowances, etc. Non-wage incentives are workers' participation in management, job security, appreciation for their work, etc. ഇങ്ങനെ വർക്കേഴ്സിന് കൂടുതൽ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ വർക്കേഴ്സ് ആ ഇൻസെൻറ്റീവ്സ് കിട്ടാനായിട്ട് അവരുടെ മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യും. അങ്ങനെ ഓവറോൾ പ്രൊഡക്ടിവിറ്റി കൂടുകയും ചെയ്യുന്നു. നെക്സ്റ്റ് മെത്തേഡ് ഈസ് പ്രൊവിഷൻ ഓഫ് അഡ്വക്കേറ്റ് ഹെൽത്ത് സേഫ്റ്റി ആൻഡ് വെൽഫെയർ മെഷേഴ്സ്. എപ്പോഴും ഫാക്ടറിയിൽ നല്ല സേഫ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് വേണം വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതുവഴി അവിടെ ആക്സിഡൻസും പ്രൊഡക്ട്സിൻ്റെ ഡിഫക്ട്സൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. സോ വി ക്യാൻ ഇംപ്രൂവ് ദി ഓവറോൾ പ്രൊഡക്ടിവിറ്റി. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നാൽ വർക്ക് സ്റ്റഡി, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി ഒക്കെ ചെയ്തിട്ട് ടൈം സേവ് ചെയ്യുക. അതുപോലെ റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ബൈ റിമൂവിങ് വേസ്റ്റേജ് ആൻഡ് ഇൻഎഫിഷ്യൻസി. ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് സിംപ്ലിഫിക്കേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സ്പെഷ്യലൈസേഷൻ. സിംപ്ലിഫിക്കേഷൻ എന്നാൽ ഒരാൾക്ക് ഒറ്റയടിക്ക് ഒരുപാട് വർക്ക് കൊടുക്കാതെ അവ സ്മോൾ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ടാസ്കും ഓരോരുത്തർക്ക് കൊടുക്കാം. സോ ദേ ഗെറ്റ് സ്പെഷ്യലൈസേഷൻ. അതായത് അവർക്ക് അവരുടെ ടാസ്ക് എഫിഷ്യൻ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ടാസ്ക് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ സ്പെഷ്യലൈസ്ഡ് ആവുകയും പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ആവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്. നമ്മളെപ്പോഴും വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ സയൻറ്റിഫിക് ആയിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. സയൻറ്റിഫിക് സെലക്ഷൻ, പ്ലേസ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഈസ് ഗ്രേറ്റ്ഫുള്ളി ഹെൽപ്ഫുൾ ഇൻ ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദി വർക്കേഴ്സ്. സോ ഒരു പെർട്ടിക്കുലർ ജോബിന് ശരിയായ വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് വഴി പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ്ഡ് ആവുന്നു. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ്, ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി കൺട്രോൾ. കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, ക്വാളിറ്റി മാക്സിമൈസ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്കുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതാണ് ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ്, ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി കൺട്രോളിൽ പറയുന്നത്. നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. കോൺസ്റ്റൻറ്റ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ brings about new methods and techniques of production. These are greatly helpful in increasing industrial productivity and total production. കോൺസ്റ്റൻറ്റ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റേഷൻ ഒക്കെ നടത്തിക്കൊണ്ട് പുതിയ ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുവഴി പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പ്രോപ്പർ പ്ലാന്റ് ലേഔട്ട്. ഒരു ഓർഗനൈസേഷനിലെ മെഷീൻസും എക്യുപ്മെൻസിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ് പ്രൊഡക്ഷൻ ഓപ്പറേഷൻ സ്മൂത്തായിട്ട് പോകുന്ന രീതിയിലായിരിക്കണം. അതായത് ഒരു പ്രോസസ്സ് കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് പ്രോസസ്സിൻ്റെ എക്യുപ്മെൻറ്റ്സ് ആയിരിക്കണം അടുത്തത് ഉണ്ടാവേണ്ടത്. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഫ്ലോയെ റെസ്ട്രിക്ഷൻസ് വരുത്താത്ത രീതിയിൽ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ പ്ലാന്റിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഇംപ്രൂവ് ദി പ്രൊഡക്ടിവിറ്റി. നെക്സ്റ്റ് എഫക്റ്റീവ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട്.
മെറ്റീരിയൽസൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള സമയത്ത് ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന രീതി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ടിൽ പറയുന്നത് മെറ്റീരിയൽസൊക്കെ കൊണ്ടുപോകാനും വർക്കേഴ്സിന് പോകാനുമുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വിത്തിൻ പ്ലാന്റ് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ലോസ് ഓഫ് ടൈം ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റിയിൽ പറയുന്നത്. ഫസ്റ്റ് പ്രൊവിഷൻ ഓഫ് ഇൻസെൻറ്റീവ്സ് ടു വർക്കേഴ്സ്, നെക്സ്റ്റ് പ്രൊവിഷൻ ഓഫ് അഡ്വക്കേറ്റ് ഹെൽത്ത് സേഫ്റ്റി ആൻഡ് വെൽഫെയർ മെഷേഴ്സ്, തേർഡ് ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ഫോർത്ത് application of simplification, standardization and specialization, fifth scientific selection and training of workers, sixth application of cost, quality and productivity control, seventh industrial research, eighth proper plant layout, and last effective material handling and internal transport. Next topic is benefits of higher productivity. ഹയർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റിസോഴ്സസൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അവരെ പറ്റാവുന്നതിനൊക്കെ ഉപയോഗിച്ചിട്ട് കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്ന വാല്യൂവിൽ, അതായത് ലോവർ ആൻഡ് ലോവർ കോസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുക, മാക്സിമം വേസ്റ്റേജസൊക്കെ ഒഴിവാക്കുക. ഇതിനെയാണ് ഹയർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് റിസോഴ്സസൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് ആഗ്രഹിക്കുന്ന വാല്യൂ, അതായത് ലോവർ ആൻഡ് ലോവർ കോസ്റ്റിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, മാക്സിമം വേസ്റ്റേജസൊക്കെ ഒഴിവാക്കുക. ഇതിനെയാണ് ഒരു ഹയർ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഹയർ പ്രൊഡക്ടിവിറ്റിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഹയർ പ്രൊഡക്ടിവിറ്റി റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസസ് പ്രോഫിറ്റ്. ഹയർ പ്രൊഡക്ടിവിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ കോസ്റ്റ് കുറയും. കോസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഓർഗനൈസേഷന് റീറ്റേൺഡ് ഏർണിങ്സും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിൻ്റ്, ഹയർ പ്രൊഡക്ടിവിറ്റി റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസസ് പ്രോഫിറ്റ്. നെക്സ്റ്റ് പോയിൻ്റ്, ഹയർ പ്രൊഡക്ടിവിറ്റി റിസൾട്ട്സ് ഇൻ മോർ ബോണസ് ആൻഡ് അമ്യൂണിറ്റീസ് ടു വർക്കേഴ്സ്. ഹയർ പ്രൊഡക്ടിവിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ വർക്കേഴ്സിന് കൂടുതൽ ബോണസുകളും ഇൻസെൻറ്റീവ്സൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ഇത് ഹെൽത്തിയർ ആയിട്ടുള്ള എംപ്ലോയർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ എംപ്ലോയി ടേൺ ഓവർ കുറയ്ക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. അതാണ് മറ്റൊരു ബെനിഫിറ്റ്. ഇനി നെക്സ്റ്റ് പോയിൻ്റ്, വെൻ ദി എൻ്റർപ്രൈസസ് എഫിഷ്യൻസി ഈസ് ഇംപ്രൂവ്ഡ്, മാനുഫാക്ചറിങ് കോസ്റ്റ് വിൽ ബി reduced and the customers are in a position to get quality products at cheaper rates. ഹയർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുക എന്നാൽ എൻ്റർപ്രൈസിൻ്റെ എഫിഷ്യൻസി കൂടുകയാണ്. അപ്പോൾ അവിടുത്തെ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ത് ചെയ്യും, കുറയും. സോ കസ്റ്റമേഴ്സിന് ക്വാളിറ്റി പ്രൊഡക്ട്സ് ചീപ്പർ റേറ്റ്സിൽ കിട്ടുന്നു. നെക്സ്റ്റ് ബെനിഫിറ്റ്, ഇറ്റ് ക്രിയേറ്റ്സ് കോൺഫിഡൻസ് ആൻഡ് ഗുഡ് വിൽ ഇൻ ദി ഫേം. ഹയർ പ്രൊഡക്ടിവിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഫേമിൻ്റെ ഗുഡ് വില്ല് എൻഹാൻസ് ചെയ്യിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് എൻഷുവേഴ്സ് മോർ റവന്യൂ ടു ദി ഗവൺമെൻറ് ബൈ വേ ഓഫ് ടാക്സേഷൻ. ഹയർ പ്രൊഡക്ഷൻ എന്നാൽ ഫേമിൻ്റെ ഇൻകം കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കൂടുന്നു ബൈ ദ വേ ഓഫ് ടാക്സേഷൻ. നെക്സ്റ്റ്, ഇറ്റ് ഇംപ്രൂവ്സ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദി പീപ്പിൾ ആൻഡ് റേസസ് ദി പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ദി നേഷൻ. ഹയർ പ്രൊഡക്ടിവിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് ലോവർ പ്രൈസിൽ കസ്റ്റമറിലേക്ക് എത്തുന്നു. അപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ത് ചെയ്യും, കൂടും. ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടിക്കഴിഞ്ഞാൽ ആ നേഷൻ്റെ പെർ ക്യാപിറ്റ ഇൻകവും കൂടുന്നു. ലാസ്റ്റ് പോയിൻ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് എക്സ്പോർട്ട്. ഹയർ പ്രൊഡക്ഷൻ ലീഡ്സ് ടു എക്സ്പോർട്ട്. ഹയർ പ്രൊഡക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എക്സ്പോർട്ടിനെ കൂട്ടുന്നു. ഇത്രയാണ് ഹയർ പ്രൊഡക്ടിവിറ്റിയുടെ ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക്, കോസസ് ഓഫ് ലോ പ്രൊഡക്ടിവിറ്റി. ലോ പ്രൊഡക്ടിവിറ്റിയുടെ കോസസ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ലോ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ്, ലാക്ക് ഓഫ് സ്കില്ല്. ഇഫ് ദി എംപ്ലോയീസ് ആർ നോട്ട് സ്കിൽഡ് ദേ കാൺ പ്രൊഡ്യൂസ് മോർ. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് വേണ്ടത്ര സ്കിൽഡ് അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യും, കുറയും. ഇപ്പോൾ ലാക്ക് ഓഫ് സ്കില്ലാണ് ഫസ്റ്റത്തെ ലോ പ്രൊഡക്ടിവിറ്റിയുടെ ഫസ്റ്റ് കോസായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് കോപ്പറേഷൻ എമംഗ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നും കോപ്പറേഷൻ ഇല്ലെങ്കിൽ
അവർ കോപ്പറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യും, കുറയുന്നു. അതാണ് മറ്റൊരു കോഴ്സായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ലാക്ക് ഓഫ് ടെക്നോളജി. ഇഫ് ദ ടെക്നോളജി ഈസ് നോട്ട് മോഡേൺ, പ്രൊഡക്ടിവിറ്റി മേ ബി അഫക്റ്റഡ്. മോഡേൺ ആയിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ പ്രൊഡക്ടിവിറ്റി കുറയും. നെക്സ്റ്റ്, ലാക്ക് ഓഫ് എംപ്ലോയി ട്രെയിനിങ്. എംപ്ലോയീസിന് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യില്ല. നെക്സ്റ്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ. എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴാണ് അവിടുത്തെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവുള്ളൂ. അപ്പോൾ ഈ എംപ്ലോയിയും എംപ്ലോയറും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ അത് ലോ പ്രൊഡക്ടിവിറ്റിക്ക് കാരണമാകും. നെക്സ്റ്റ്, ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻ്റ് ആണ് മറ്റൊരു കോഴ്സായിട്ട് പറയുന്നത്. എംപ്ലോയീസിന് ഓർഗനൈസേഷനോടും അവരുടെ വർക്കിനോടും വേണ്ടത്ര രീതിയിൽ കമ്മിറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ. എംപ്ലോയീസ് വർക്കിൽ വേണ്ടത്ര കോൺസെൻട്രേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ആവും. നെക്സ്റ്റ്, ലാക്ക് ഓഫ് ഫേവറബിൾ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് നല്ലതല്ലെങ്കിൽ ഇറ്റ് വിൽ അഫക്റ്റ് ദി പ്രൊഡക്ടിവിറ്റി. ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ നല്ലതല്ലെങ്കിൽ അത് പ്രൊഡക്ടിവിറ്റിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. നെക്സ്റ്റ്, പുവർ മാനേജ്മെൻറ്റ്. ഒരു നല്ല മാനേജ്മെൻ്റ് ആണെങ്കിലാണ് മോഡേൺ ടെക്നിക്സുകളൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്തിട്ട് എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുള്ളൂ. സോ മാനേജ്മെൻറ്റ് പുവർ ആണെങ്കിൽ ഇറ്റ് വിൽ ഡിക്രീസ് ദി പ്രൊഡക്ടിവിറ്റി. നെക്സ്റ്റ്, ഔട്ട്ഡേറ്റഡ് സിസ്റ്റംസ്. നമുക്കറിയാം എൻവയോൺമെൻറ്റ് എന്നത് ഡൈനാമിക് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഡൈനാമിക് എൻവയോൺമെൻറ്റ് മൂവ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ മൂവ് ചെയ്യണം. അതായത് നമ്മൾ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്താലാണ് കോസ്റ്റ് കുറച്ചിട്ട്, അതായത് ലോ കോസ്റ്റിൽ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഔട്ട്ഡേറ്റഡ് സിസ്റ്റംസ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എംപ്ലോയി ഡിസാറ്റിസ്ഫാക്ഷൻ. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അപ്പോൾ എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ അത് ലോ പ്രൊഡക്ടിവിറ്റിയുടെ മറ്റൊരു റീസൺ ആണ്. ലാസ്റ്റ് പോയിൻ്റ്, എംപ്ലോയി പേഴ്സണൽ പ്രോബ്ലംസ്. ഇനി എംപ്ലോയീസിൻ്റെ പേഴ്സണൽ പ്രോബ്ലംസ് പ്രൊഡക്ടിവിറ്റീനെ നെഗറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ എംപ്ലോയീസ് സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സിറ്റുവേഷൻ, അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് വളരെ പുവറായിട്ട് വരുമ്പോൾ പ്രൊഡക്ടിവിറ്റീനെ എന്ത് ചെയ്യും, അത് നെഗറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുക. അതായത് പ്രൊഡക്ടിവിറ്റി കുറയും. അപ്പോൾ ഇതൊക്കെയാണ് കോഴ്സസ് ഓഫ് ലോ പ്രൊഡക്ടിവിറ്റിയിൽ വരുന്നത്. ലാക്ക് ഓഫ് സ്കില്ല്, ലാക്ക് ഓഫ് കോപ്പറേഷൻ എമംഗ് എംപ്ലോയീസ്, ലാക്ക് ഓഫ് ടെക്നോളജി, ലാക്ക് ഓഫ് എംപ്ലോയി ട്രെയിനിങ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ, ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ലാക്ക് ഓഫ് ഫേവറബിൾ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, പുവർ മാനേജ്മെൻറ്റ്, ഔട്ട്ഡേറ്റഡ് സിസ്റ്റംസ്, എംപ്ലോയി ഡിസാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയി പേഴ്സണൽ പ്രോബ്ലംസ്. അപ്പോൾ ഞാനെടുത്തിട്ടുള്ള ടോപ്പിക്സ് മിസ്കൺസെപ്ഷൻസ് അബൌട്ട് പ്രൊഡക്ടിവിറ്റി, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി, ബെനിഫിറ്റ്സ് ഓഫ് ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് കോസസ് ഓഫ് ലോ പ്രൊഡക്ടിവിറ്റി. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ആൻഡ് താങ്ക് യു.